ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പംകിൻ ടോക്സ്. ഗൈസ്, നമ്മളിന്ന് പുതിയൊരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ടോപ്പ് ഫ്രീ വിസ കൺട്രീസ് ഏതൊക്കെയാണ്, ഇന്ത്യയിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന, വിസ ഇല്ലാതെ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ 15 കൺട്രീസ് അല്ലെങ്കിൽ ഫസ്റ്റ് 15 കൺട്രീസാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. എന്തെങ്കിലും പറയണ്ടോ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത കൺട്രീസ് അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലും ലിസ്റ്റ് വേണമെങ്കിൽ നമ്മൾ കമന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു പാർട്ട് 2 പോലെ അതെ, ബാക്കിയുള്ള കൺട്രീസ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാം. പക്ഷേ എനിക്ക് ഉറപ്പാണ് ഈ 15 കൺട്രീസും കവർ ചെയ്യാന്ന് പറയുന്നതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ ഈ 15 കൺട്രീസ് തന്നെ നിങ്ങൾ നോക്കുക. അത് വേറെ ഒന്നും കൂടെ അല്ല, ഇവിടെ നിന്ന് വിസ ചാർജസ് ഇല്ല. അപ്പോൾ പോകാൻ കുറച്ചും കൂടി കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കും, നിങ്ങൾക്ക് ആ എക്സ്പെൻസ് ഒന്നും വരില്ല. പിന്നെ വിസയ്ക്ക് വേണ്ടി തന്നെ നമ്മൾ ഒരു 10,000 രൂപ ചെലവാക്കേണ്ടി വരും. അപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകും. അപ്പൊ നമുക്ക് അല്ലുവിനടുത്ത് ചോദിക്കാം ആദ്യത്തെ ഏതൊക്കെയാണെന്ന്. ഓക്കെ, ഫസ്റ്റ് ആണെന്ന് പറയുന്നത് ബാലി അല്ലെങ്കിൽ ഇന്തോനേഷ്യ. ശരിക്കും പറഞ്ഞാൽ ബാലി എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ ഒരു ഭാഗമാണ്. പക്ഷെ എപ്പോഴും എല്ലാവരും ബാലിയിലോട്ട് ട്രിപ്പ് പോകുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മളത് സ്പെസിഫൈ ചെയ്ത് ബാലി എന്ന് പറയുന്നത്. ഇന്തോനേഷ്യയിലുള്ള ഒരു ഐലൻഡ് പ്രൊവിൻസ് ആണ് ബാലി എന്ന് പറയുന്നത്. ഇത് തന്നെ പലർക്കും ചിലപ്പോൾ പുതിയ അറിവായിരിക്കും, ബാലി എന്ന് പറയുന്ന ഒരു കൺട്രി അല്ല ഇന്തോനേഷ്യയിൽ വരുന്നതാണെന്നുള്ളത്. അപ്പോൾ അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഭയങ്കര ബീച്ചസും അതേപോലെ തന്നെ മൗണ്ടൻസും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ബാലി എന്ന് പറയുന്നത്. ഏപ്രിൽ ടു സെപ്റ്റംബർ ആണ് അവിടുത്തെ പീക്ക് സീസൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ രണ്ടാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് തായ്ലൻഡ് ആണ്. തായ്ലൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബീച്ച് ഡെസ്റ്റിനേഷനുമാണ്. അതേപോലെ തന്നെ അവരുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ബാങ്കോക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളും ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഇപ്പം നമ്മൾ ബീച്ച് മാത്രം നോക്കി പോവുകയാണെങ്കിൽ ഒരുപാട് ഐലൻഡ്സും ഒക്കെ ഉള്ളതാണ്. അവിടുത്തെ പീക്ക് സീസൺ എന്ന് പറയുന്നത് ഒക്ടോബർ ടു മെയ് ആണ് വരുന്നത്. ഇനി മൂന്നാമത്തെ കൺട്രി എന്ന് പറയുന്നത് മാൽഡീവ്സ് ആണ്. അപ്പം ഇവിടെ നിന്ന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും പോകുന്ന ഒരു പ്ലേസ്, ഹണിമൂൺ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് തന്നെ മാൽഡീവ്സ് ആണ്. അപ്പം അതിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നവംബർ ടു ഏപ്രിൽ ആണ്. അവിടെ ഫുൾ ഓഫ് ബീച്ചസ് ആണ്, കൂടുതലും ബീച്ചാണ്. അപ്പോൾ പിന്നെ അവരുടെ അക്കോമഡേഷനും എല്ലാം റിസോർട്ട്സും തന്നെ ബീച്ചിന്റെ അകത്ത് തന്നെ, നമുക്ക് കടലിനകത്ത് തന്നെയാണ് അക്കോമഡേഷൻസ് ഒക്കെ വരുന്നത്. ഭയങ്കര ചെറിയ പ്ലേസ്, അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് തന്നെ ആയിരിക്കും ഇതെല്ലാം ഉള്ളത്. അതെ, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ഒരുപാട് ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മൾ അമേരിക്ക പോകുന്ന യൂറോപ്പ് പോകുന്ന പോലെ അല്ല ഉദ്ദേശിച്ചത്. പക്ഷെ എന്നാലും കമ്പാരിറ്റീവ്ലി ഈ പറഞ്ഞേക്കുന്ന നേരത്തെ പറഞ്ഞേക്കുന്ന രണ്ട് പ്ലേസ് വെച്ച് നോക്കുമ്പോൾ മാൽഡീവ്സ് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, നമുക്ക് നാലാമതായിട്ട് വരുന്നത് മലേഷ്യയാണ്. മലേഷ്യ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേരൊക്കെ പോകുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്, ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് പ്രിഫർ ചെയ്യുന്ന ഡെസ്റ്റിനേഷനാണ്. അതുപോലെ തന്നെ ആക്ച്വലി അവിടെ കുറേ പേര് വർക്ക് ചെയ്യാൻ പോകുന്ന ഡെസ്റ്റിനേഷനാണ്. നമുക്കൊക്കെ അറിയാവുന്ന കുറേ ആൾക്കാർ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ശ്രീലങ്കക്കാരൊക്കെ തന്നെ കുറേ പേര് വർക്ക് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ് മലേഷ്യ എന്ന് പറയുമ്പോൾ. കുറേ തമിഴന്മാരെ നമുക്ക് അവിടെ കാണാനും പറ്റുമായിരിക്കും. പിന്നെ അവിടെ ആക്ച്വലി നമുക്ക് അവിടെ ഇതിനെ നമുക്ക് 2 റീജിയനായിട്ട് തിരിക്കാം. അതായത് ഈസ്റ്റേൺ പാർട്ടും വെസ്റ്റേൺ പാർട്ടുമായിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഈസ്റ്റേൺ പാർട്ട് എന്ന് പറയുമ്പോൾ ഏപ്രിൽ ടു ഒക്ടോബർ ആണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. വെസ്റ്റേൺ പാർട്ടിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഡിസംബർ ടു ഫെബ്രുവരി ആണ് ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത്. പിന്നെ തന്നെ അവിടെ തന്നെ കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ട്വിൻ ടവറൊക്കെ നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. പണ്ട് ഈ ബോളിവുഡ് മൂവീസിലൊക്കെ നമ്മൾ കുറേ കണ്ടാണ്. പിന്നെ അതിന് ശേഷം മലയാളത്തിലൊക്കെ കുറേ സിനിമയിൽ വന്നിട്ടുണ്ട്. ട്വിൻ ടവർ അവിടുത്തെ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത് കാണാൻ പറ്റുവാണെങ്കിൽ ഒരു ചാൻസ് കിട്ടി ഉറപ്പായിട്ടും പോകണം. പിന്നെ അതുപോലെ തന്നെ അവിടെ ബാട്ടു കേവ്സ് ഉണ്ട്, ലാങ്ക്വി ഐലൻഡ് ഉണ്ട്. അപ്പം ഇതെല്ലാം ഭയങ്കര നല്ല സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ നോക്കുക. മലേഷ്യ നല്ലൊരു സ്പോട്ടാണ്. ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം. അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഫിജിയാണ്. ഇത് നിങ്ങൾ കേട്ട് കാണും, പക്ഷേ കൂടുതൽ ചിലപ്പോൾ ഐഡിയ ഉണ്ടാവണമെന്നില്ല. ഇതൊരു ഐലൻഡ് കൺട്രിയാണ്, സൗത്ത് പസഫിക് ഓഷ്യനിൽ വരുന്ന ഒരു ഐലൻഡ് കൺട്രിയാണ് ആക്ച്വലി ഇത്. അവിടെ കൂടുതലും ഈ ബീച്ചസ് ആണ്. പിന്നെ ഫിജിയുടെ തന്നെ കൾച്ചറൽ വില്ലേജ് ഒക്കെ ഭയങ്കര പേരുകേട്ട സാധനങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചാൻസ് കിട്ടുക ഉറപ്പായിട്ടും പോയി കാണാൻ നോക്കാം. പിന്നെ ആറാമത്തെ കൺട്രി എന്ന് പറയുന്നത് മാർഷൽ ഐലൻഡ്സ് ആണ്. ഇത് ആക്ച്വലി ഒരു ഐലൻഡാണ്. ഇതും ആക്ച്വലി വരുന്നത് സെൻട്രൽ പസഫിക് ഓഷ്യനിലാണ്. അതായത് മറ്റേത് സൗത്ത് പസഫിക് ഓഷ്യനിലാണെന്നുണ്ടെങ്കിൽ ഇത് വരുന്നത് സെൻട്രൽ പസഫിക് ഓഷ്യനിലാണ്. സോ ആ ഏരിയാസ് എല്ലാം കുറേ കൂടി നല്ലതാണ്. അതുകൊണ്ടാണ് അവിടെ തന്നെ കുറേ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ വരുന്നത്. ഇവിടെ ഒരു കോറൽ ഐലൻഡ് ആണ് ആക്ച്വലി ഇത്. അപ്പോൾ ഇവിടെ ബീച്ചസ് പിന്നെ അതുപോലെ തന്നെ കുറേ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വാട്ടർ ആക്ടിവിറ്റി ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകാം. കാരണം ഇന്ത്യയിൽ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ അത്രയും പോപ്പുലർ ആണെന്ന് അറിയില്ല. പിന്നെ ഇവിടെ കുറേ ലക്ഷദ്വീപില് അതെ ഇന്ത്യയിൽ ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും പലപ്പോഴും സെക്യൂരിറ്റി ഉണ്ടാവാറില്ല. ചെറിയൊരു കടൽപ്പാലം വെച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തന്നെ ഇവിടെ ആക്സിഡന്റ് ഉണ്ടാവുന്ന ആളാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ കൺട്രീസിലൊക്കെ പോകാൻ ഭയങ്കര സെക്യൂർ ആയിട്ട് ചെയ്തേക്കുന്ന രീതികളാണ്. പക്ഷേ അടിപൊളിയാണ്, നിങ്ങൾക്ക് ലൈഫ് ടൈമിൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അവിടെ പോകുന്നതൊക്കെ. അപ്പോൾ ഇതൊക്കെ നോക്കാം. ഇനി നമുക്ക് ബാക്കി 3 ഏതൊക്കെയാണ്, ഐ മീൻ അടുത്ത സെറ്റ് ഏതൊക്കെയാണ് അതിനോട് ചോദിക്കാം. ഓക്കെ, പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രീലങ്കയാണ്. ശ്രീലങ്ക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യയുടെ തൊട്ട് താഴെ, മാപ്പ് നോക്കട്ടെ, ഇന്ത്യയുടെ തൊട്ട് താഴെയുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക. അപ്പോൾ നമ്മളുടെ ഇവിടുന്ന് പോകുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചീപ്പറായിട്ട് പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ നമ്മൾ വേറൊരു കൺട്രി വിസിറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റുന്ന ഒരു കൺട്രിയും കൂടിയാണ്. അവിടെ ആണെങ്കിലും ഇങ്ങനെ ജംഗൽ സഫാരി അതേപോലെ തന്നെ ബീച്ചസ് ഉണ്ട്. കാരണം ഐലൻഡ് ആണല്ലോ, ബീച്ച് ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രെക്കിംഗ്, അവിടെ ട്രെയിൻ ജേർണി, അതൊക്കെ നല്ലതാണ്. നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ്. മെയിൻ അട്രാക്ഷനും
ആക്ടിവിറ്റീസും ഒക്കെ അതാണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഹെയ്ത്തി എന്ന് പറയുന്ന ഒരു കൺട്രിയാണ്. ഹെയ്ത്തി ഇപ്പം നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, കരീബിയൻ കൺട്രിയാണ്. അതായത് അപ്പം നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിൽ വരുന്ന ഒരു കൺട്രിയാണ്. അതിലും ഒരുപാട് ബീച്ചസും എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ വാട്ടർഫോൾസും ഒക്കെ ഭയങ്കര നല്ല ഇതാണെന്നാണ് പറയുന്നത്. പിന്നെ കുറേ ഹിസ്റ്റോറിക്കൽ സൈറ്റ്സും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഹെയ്ത്തിയിൽ പോകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് ഇങ്ങനെ സെക്യൂരിറ്റി ആ ഒരു ഇതൊക്കെ പ്രശ്നങ്ങൾ, ആളുകൾ അങ്ങനെയെല്ലാം നോക്കി നമ്മൾക്ക് ഓക്കെ ട്രാവൽ ചെയ്യാൻ സെക്യൂർ ആണെന്ന് നോക്കിയിട്ട് മാത്രം പോകാൻ പറ്റുന്ന ഒരു കൺട്രിയാണ് ഹെയ്ത്തി. ഇനി വരുന്നത് ജോർദൻ. ജോർദൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, നമ്മൾ ബൈബിളിലാണെങ്കിലും പുരാതനമായ കാര്യങ്ങളിലൊക്കെ പെട്ട ഒരു രാജ്യമാണ് ജോർദൻ എന്ന് പറയുന്നത്. അത് വെസ്റ്റ് ഏഷ്യയിൽ തന്നെയുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഒരുപാട് ആർക്കിയോളജിക്കൽ സൈറ്റ്സ്, അതായത് പുരാതനമായ ഒരുപാട് കാര്യങ്ങൾ, റോമൻ സിവിലൈസേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഡെഡ് സി നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഉപ്പിന്റെ കോൺസെൻട്രേഷൻ ഭയങ്കര കൂടുതലാണ്. നമ്മൾ മുങ്ങി പോകത്തേ ഇല്ല, നമ്മളിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നീന്താൻ അറിയില്ലെങ്കിലും നമ്മളിങ്ങനെ അതേപോലെ തന്നെ. പിന്നെ അതിന്റെ പിന്നെ അതുപോലെ തന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഭയങ്കര മെഡിസിനൽ വാല്യൂ, ഭയങ്കര കോസ്മെറ്റിക് പ്രൊഡക്ട്സിനൊക്കെ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ജോർദൻ ഒരു നല്ലൊരു ഓപ്ഷനാണ്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ പറയുന്ന കൺട്രീസ്. ഇനി അടുത്ത സെറ്റ് ഓഫ് കൺട്രീസ് പറയാമോ? ഓക്കെ ഗൈസ്, അപ്പോൾ 10ാമതായിട്ട് വരുന്നതെന്ന് പറയുന്നത് നേപ്പാളാണ്. നേപ്പാൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ അടുത്ത് തന്നെയുള്ളതായതുകൊണ്ട് നമുക്ക് പോകാൻ ഭയങ്കര എളുപ്പമാണ്. ഇവിടെ നിന്ന് ഇന്ത്യക്കാരായിട്ടും മലയാളികളായിട്ടും ഒത്തിരി പേര് ആളുകൾ പോകുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇവിടെയാണ് നമ്മുടെ ഹിമാലയൻ പീക്സ് ഒക്കെ മെയിൻലി വരുന്നത്. അതിൽ തന്നെ മൗണ്ട് എവറസ്റ്റ് വരുന്ന സ്ഥലമാണ്. അപ്പം ഈ മൗണ്ടനിയറിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആളുകൾ എല്ലാ കൺട്രീസിൽ നിന്നും വരുന്ന സ്ഥലം തന്നെ ഇവിടെയാണ് മൗണ്ട് എവറസ്റ്റ്. ബിക്കോസ് അവിടെ ആയതുകൊണ്ട് ഹയസ്റ്റ് പീക്ക് അതായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി എല്ലാവരും വരുന്ന സ്ഥലമാണ്. പക്ഷേ അത് മൗണ്ടനിയറിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾ മാത്രമല്ല, നിങ്ങൾക്ക് അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സാധനമുണ്ട്. ഇപ്പോൾ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രെക്കിംഗ് ഏരിയാസ് തന്നെ കുറേ ഉള്ള സ്ഥലമാണ് നേപ്പാൾ എന്ന് പറയുന്നത്. പിന്നെ യുനെസ്കോ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായിട്ട് പ്രഖ്യാപിച്ചേക്കുന്ന കാഠ്മണ്ഡു വാലി വരുന്നത് നേപ്പാളിലാണ്. അപ്പോൾ നേപ്പാളൊക്കെ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട സ്ഥലമാണ്. ഭയങ്കര നല്ല ഏരിയയാണ്, ആളുകളൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആളുകളുള്ള സ്ഥലം കൂടിയാണ് നേപ്പാളൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് ഭൂട്ടാനാണ്. ഇത് രണ്ടും ബീച്ച് ഡെസ്റ്റിനേഷൻസ് ഒന്നും അല്ല. നേരത്തെ പറഞ്ഞ നേപ്പാളായാലും ഇപ്പോൾ വരുന്ന ഭൂട്ടാനായാലും, ഭൂട്ടാനും ഇതുപോലെ ഒരു ഹിമാലയൻ ലാൻഡ്സ്കേപ്സ് ഒക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. ഇവിടെയും ആക്ച്വലി കുറേ ഫോർട്രസസ് ഉണ്ട്. ഇവരുടെ കൾച്ചറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഏൻഷ്യൻ മൊണാസ്ട്രീസ് കുറേയുള്ള സ്ഥലങ്ങളാണ്. അവിടുത്തെ ടൈഗർ നെസ്റ്റ് എന്ന് പറയുന്ന സാധനമൊക്കെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഇവിടെ ആക്ച്വലി ഈ ബുദ്ധിസ്റ്റ് ട്രഡീഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ട്രഡീഷണൽ ഫോളോ ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഈ ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണണം, അങ്ങനത്തെയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, ചരിത്രം അറിഞ്ഞിരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഭൂട്ടാൻ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രിഫർ ചെയ്യേണ്ട ഒരു കൺട്രി തന്നെയാണ്. ഇനി നമുക്ക് നേരെ ബീച്ച് ഡെസ്റ്റിനേഷൻ പോലെയുള്ള സ്ഥലത്തേക്ക് വരാം. അടുത്ത വരുന്നത് മൗറീഷ്യസ് ആണ്. ഇവിടെ ആക്ച്വലി ബീച്ച് ഭയങ്കര വണ്ടർഫുൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. ഈ വാട്ടർഫോൾ ഇല്യൂഷൻ എന്ന് പറയുന്ന ആക്ച്വലി ഈ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കാണാൻ പറ്റുന്ന ഒരു ഐലൻഡ് ആക്ച്വലി അവിടെ ഉണ്ട്. അതായത് ഒരു കോസ്റ്റ് ആണ്, ലേ മൗണ്ട് ബ്രാബൻഡ് എന്ന് പറയുന്ന ഒരു ഇതുള്ളത് അവിടെയാണ്. പിന്നെ ആക്ച്വലി ടോർട്ടോയ്സ് ലഗൂൺസ് ഉള്ള സ്ഥലങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി ബീച്ചസ് ഉണ്ട്. ഐലൻഡിൻ്റെ സ്ഥലത്തായിട്ട് വരുന്നത് കൊണ്ട് തന്നെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ആക്ച്വലി 7 കളേർഡ് എർത്ത്സ് എന്ന് പറയുന്ന സംഭവമൊക്കെ ഉള്ളത് ആക്ച്വലി ഇവിടെയാണ്. അത് ആക്ച്വലി ഒരു നാച്ചുറൽ ഫിനോമിനൻ ആണെന്നാണ് ഇവർ പറയുന്നത്. ഈ സാൻഡ് ഡ്യൂൺസും മൾട്ടി കളേർഡ് ആയിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വരുന്നത്. അത് പറയുകയാണെങ്കിൽ കുറച്ച് ബയോളജിക്കൽ സയന്റിഫിക് റിലേറ്റഡ് ആയിട്ടൊക്കെ പോകും. സോ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ സാധനങ്ങളൊന്നും വേൾഡിൽ പല സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കുറേ ഇങ്ങനത്തെ ഇല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ബീച്ച് റിലേറ്റഡ് അല്ലെങ്കിൽ വാട്ടർ റിലേറ്റഡ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മൗറീഷ്യസ് ഉറപ്പായിട്ടും പ്രിഫർ ചെയ്യാവുന്ന കൺട്രിയാണ്. ഓക്കെ, ഇനി അടുത്ത വരുന്നതെന്ന് പറയുന്നത് സീഷെൽസ് ആണ് വരുന്നത്. സീഷെൽസും അതേപോലെ തന്നെ ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ ആണ്. അപ്പോൾ അവിടുത്തെ നമ്മളെ ഒരു മാൽഡീവ്സിൻ്റെ ഒക്കെ പോലെ തന്നെ ആ ഒരു പച്ച നീല ആ ഒരു കളർ വെള്ളം എന്ന് പറയുന്നത് അത് ഭയങ്കര ഭംഗിയുള്ള ബീച്ചസ് ഒക്കെ ഉള്ളതാണ് സീഷെൽസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പം പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ കോറൽ റീഫ്സും അങ്ങനെയുള്ള ബീച്ചസും പിന്നെ അതുപോലെ തന്നെ മറൈൻ റിസർവ്സ് ഒക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് സീഷെൽസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വരുന്ന കൺട്രി എന്ന് പറയുന്നത് മക്കാവോ ആണ്. മക്കാവോ എന്ന് പറയുന്നത് ചൈനയുടെ തന്നെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയാം. പക്ഷെ എന്നാൽ ചൈന റീജിയനിൽ മീൻസ് കൺട്രിയിൽ തന്നെ വരുന്നതല്ല, വേറൊരു സെപ്പറേറ്റ് ഒരു കൺട്രിയാണ്, സെപ്പറേറ്റ് കറൻസി അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു രീതി ഉള്ള ഇതാണ് മക്കാവോ എന്ന് പറയുന്നത്. ഇത് ശരിക്കും എന്ന് പറയുന്നത് 2 രാജ്യങ്ങളിലെ ഒരു കൾച്ചറിൻ്റെ ബ്ലെൻഡാണ് ഈ മക്കാവോയിലുള്ളത്. അതായത് ചൈന അതുപോലെ തന്നെ പോർച്ചുഗീസ് എന്ന് പറയുന്ന 2 ഇതിൻ്റെ കൾച്ചേഴ്സാണ് അവിടെ ഉള്ളത്. അതേപോലെ തന്നെ ഒരുപാട് ഹിസ്റ്റോറിക് ആർക്കിടെക്ചേഴ്സും യുനെസ്കോ തന്നെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് മക്കാവോ എന്ന് പറയുന്നത്. അപ്പം ഇതും നിങ്ങൾക്ക് ബക്കറ്റ് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്, കാരണം വിസ ഫ്രീ കൺട്രിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് വരുന്നതെന്ന് പറയുന്നത്, അതായത് ഞങ്ങളുടെ ലിസ്റ്റിൽ 15ാമത് വരുന്നത് ബാർബഡോസ് ആണ്. അതും ഒരു കരീബിയൻ ഐലൻഡ് കൺട്രിയാണ്. അപ്പം നോർത്ത് അമേരിക്കൻ ആ ഒരു റീജിയനിൽ വരുന്നതായിരിക്കും. ഇവിടെയും ഒരുപാട് ബീച്ചസും നല്ല ഭംഗിയുള്ള ബീച്ചസ് ഉണ്ട്. അതേപോലെ തന്നെ കോറൽ റീഫ്സ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളാണ്. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ്, അതായത് ഇപ്പോൾ സ്കൂബ ഡൈവിങ്, സ്നോർക്കലിംഗ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു പ്ലേസ് ആണ്
ബാർബഡോസ് എന്ന് പറയുന്നത്. ഒരിക്കലും നിങ്ങൾ എവിടെയെങ്കിലും സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് അത് തന്നെയായിരിക്കും വേറെ സ്ഥലത്തുനിന്ന് ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ. എല്ലായിടത്തും വേറെ വേറെ സാധനങ്ങളായിരിക്കും. ഈവൻ നമ്മളിപ്പോ ഒരു കൺട്രി പോയി തന്നെ 2 സ്പോട്ടിൽ സ്നോർക്കലിംഗ് ചെയ്യുമ്പോൾ അവിടെ രണ്ടിടത്തും കിട്ടുന്ന എക്സ്പീരിയൻസ് വേറെ വേറെയാണ്. ആക്ച്വലി ഞങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒരു ബീച്ചിലുള്ള സ്നോർക്കലിംഗ് അല്ലെങ്കിൽ വാട്ടർ ആക്ടിവിറ്റി പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല വേറെ സ്ഥലത്തെ. അത് എൻ്റയർലി വേറൊരു സാധനമായിരിക്കും. ഇപ്പം നമ്മൾ ഗോവയിൽ ചെയ്തേക്കുന്ന ഒരു സാധനം ആയിരിക്കില്ല നമ്മൾ ഐലൻഡിൽ പോകുമ്പോൾ കിട്ടുന്നത്. അതായിരിക്കില്ല നമ്മുടെ നാട്ടിൽ അതായിരിക്കില്ല നമ്മുടെ നാട്ടിലെ കടലിൽ മുങ്ങുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കായലിൽ മുങ്ങുമ്പോഴോ കിട്ടുന്നത്. സോ അത് എൻ്റയർലി ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഒരു സ്ഥലത്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ട് ഇനി അതൊരിക്കലും ചെയ്യേണ്ട. അതുപോലെ തന്നെ ആയിരിക്കും എല്ലായിടത്തും ഇരിക്കുന്നത്. കടലിലല്ല അടിയിലല്ല ഒന്നല്ലേ എന്ന് ഒരിക്കലും അല്ല. എല്ലായിടത്തെയും വെള്ളത്തിന്റെ കളർ, അതിൽ താഴത്തുള്ള അതിലുള്ള പ്രകൃതി ഉള്ള കാര്യങ്ങള്, ചെടികള് ഒക്കെ വ്യത്യാസം ഉണ്ടാവും. ഓരോ ഇതിലെ ഡൈവേഴ്സിറ്റി ഒരുപാടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ ഇൻസ്റ്റഗ്രാം റീൽസ് ഒക്കെ വന്നിട്ടാണ് തോന്നുന്നു ഒരുപാട് ഇതെല്ലാം പ്ലേസസ് നല്ലോണം പോപ്പുലറുമായി. അങ്ങനെയൊക്കെ എല്ലാരും ചെല്ലാൻ തുടങ്ങിയപ്പോഴാണ് കൺട്രീസ് എല്ലാം കൂടുതലും ഇന്ത്യൻസിന് വിസ ഫ്രീ തരാൻ തുടങ്ങിയത്. കാരണം പൊതുവെ ഇന്ത്യൻസും ഇപ്പം യൂറോപ്യൻസ് അല്ലെങ്കിൽ അമേരിക്കൻസിനെ പോലെ തന്നെ യാത്രകൾ കുറേ ചെയ്യാൻ തുടങ്ങി. ഇപ്പം പണ്ട് അവർ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മളും ആക്ച്വലി ജോലി ചെയ്യാനും അവിടെ പോയി സെറ്റിൽ ആകാനും അല്ലാതെ യാത്രകൾ ചെയ്യാൻ നമ്മളും തുടങ്ങി. അപ്പോൾ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് യാത്രകൾ ചെയ്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ബാക്കി കൺട്രീസ് ഏതൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് പറയാം. ഉറപ്പായിട്ട് ഞങ്ങൾ അതൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ടോപ്പിക്കാണിത്. അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വേണമെങ്കിൽ ഒരുമിച്ച് യാത്രയൊക്കെ പോകുന്ന പോലെ ആയിട്ട് നമുക്ക് ഇവരുടെയൊക്കെ ഷെയർ ചെയ്യാം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.